എറണാകുളം എടവനക്കാട് വ്യാപാരി ദമ്പതികളെ കടയിൽ കയറി ആക്രമിച്ചു. എടവനക്കാട് ഹോട്ടൽ നടത്തുന്ന സുബൈറിനെയും ഭാര്യ ജുമൈലത്തിനെയുമാണ് പൊറോട്ടയ്ക്കൊപ്പം സൗജന്യമായി ഗ്രേവി നൽകിയില്ല എന്ന കാരണത്താൽ മർദ്ദിച്ചത്. യുവാവിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ഞാറയ്ക്കൽ പോലീസ് ദമ്പതികളുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് എടവനക്കാട് അണിയിൽ മാർക്കറ്റിൽ ഹോട്ടൽ നടത്തുകയായിരുന്ന ദമ്പതികളായിട്ടുള്ള സുബൈറിനും ഭാര്യ ജുമൈലത്തിനും പൊറോട്ടയും ഗ്രേവിയും വാങ്ങാൻ എത്തിയ ആൾ ക്രൂരമായി മർദ്ദിച്ചത്. പൊറോട്ടയ്ക്കൊപ്പം നൽകിയ ഗ്രേവിക്ക് പണം ഈടാക്കിയെന്ന് ആരോപിച്ചായിരുന്നു ആ മർദ്ദനം. പറഞ്ഞു വീണ വീഴ്ചയിലാണ് എന്നെ എന്തോട്ട് കുത്തിയത്. എന്താണ് അവന്റെ കയ്യിലുണ്ടായെന്ന് അറിയില്ല. എന്തോ മനോഹുള്ള ഒരു സംഭവം വരുന്നു. അവനകത്തു കൂടി കയറി അപ്പുറത്തെ റൂമിൽ കൂടി ഇറങ്ങി വന്നിട്ടാണ് പിന്നെ വലിച്ച് കന പുറത്ത് കൊണ്ടിട്ടാണ് കയ്യിലെന്തോ ഉണ്ടായിരുന്നു അവന്റെ. അത് വെച്ചിട്ടാണ് ആ നെറ്റിയിൽ കുത്തി 2 സ്റ്റിച്ചും ഉണ്ട്. സംഭവത്തിൽ സുബൈറും ഭാര്യ ജുമൈലത്തും ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് ഞാറയ്ക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ലോൺ എടുത്തും മറ്റേ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഇവിടെ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഈ അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. എത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പ്രതിയെ ഉടൻ പിടികൂടിയില്ല എങ്കിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങും എന്നാണ് പറയുന്നത്. പോലീസ് എത്രയും വേഗം ജാഗ്രതയോടുകൂടി ഈ അക്രമങ്ങളെ കണ്ടെത്തുവാനായിട്ട് പിടിച്ച് അവർക്ക് വേണ്ട ശിക്ഷ കൊടുത്തില്ലെങ്കിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ല ഒട്ടുക്ക് അതിൻ്റെ പ്രക്ഷോഭം ഉണ്ടാകും. കടയിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് കേസെടുത്ത ഞാറയ്ക്കൽ പോലീസ് പ്രതിക്കായിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. പ്രദേശവാസി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിലവിൽ പ്രതി ഒളിവിലാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരത്തമ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.